2026 ഫെബ്രുവരി 28 ലോകമുണരുന്നത് ഒരു യുദ്ധസന്നാഹം ആരംഭിച്ചതിന്റെ വാർത്തകൾ കേട്ടുകൊണ്ടാണ്. ഇറാനുമേൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ജോയിന്റ് സ്ട്രൈക്ക് ഭീതിയോടുകൂടിയായിരുന്നു ലോകമറിയുന്നത്. ഇറാനെതിരെ അമേരിക്ക യുദ്ധകാഹളം മുഴക്കിയതു മുതൽ തന്നെ ഏതൊരു കാര്യത്തിനെയാണോ ലോകം ഭയപ്പെട്ടിരുന്നത് അത് തന്നെ സംഭവിക്കാൻ പോവുകയായിരുന്നു. ഇറാൻ നഗരത്തിൽ ആദ്യ മിസൈൽ പതിച്ചപ്പോൾ തന്നെ തെഹ്റാനിൽ നിന്നും ഒരു സന്ദേശം പോവുകയാണ്, ഒരു വാണിംഗ് അല്ലെങ്കിൽ ഒരു യുദ്ധതന്ത്രം. ഹോർമൂസ് കടലിടുക്കിനെ കുറിച്ചുള്ളതായിരുന്നു ആ സന്ദേശം. അതെ, ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കാൻ ശേഷിയുള്ള ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചിരിക്കുന്നു. ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ലോക തലയടിക്കാനും തുടങ്ങി. വൻകിട എണ്ണക്കപ്പലുകൾ റൂട്ട് മാറി പോകാൻ തുടങ്ങിയിരിക്കുന്നു. ഇൻഷുറൻസ് കമ്പനികൾ ഹോർമൂസ് പാതയിൽ ഇൻഷുറൻസ് കൊടുക്കുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചു. എല്ലാത്തിലുമുപരി ക്രൂഡ് ഓയിൽ വില ഭീകരമാംവിധം വർദ്ധിക്കാനും തുടങ്ങിയിരിക്കുന്നു. വെറും 33 കിലോമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരു ചെറു കടൽപ്പാതയ്ക്ക് എങ്ങനെയാണ് ലോക സമ്പദ് വ്യവസ്ഥയിൽ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നത്? വെൽക്കം ടു ദ വീഡിയോ. പേർഷ്യൻ ഗൾഫിനെ ഒമാൻ ഗൾഫുമായും അറേബ്യൻ കടലുമായും ബന്ധിപ്പിക്കുന്ന ഒരു ചെറു കടലിടുക്കാണ് ഹോർമൂസ് കടലിടുക്ക്. കഷ്ടിച്ച് 33 കിലോമീറ്റർ മാത്രം വീതിയെ ഈയൊരു പ്രദേശത്തിനുണ്ടാകൂ. ക്രൂഡ് ഓയിൽ വഹിച്ചു വരുന്ന കൂറ്റൻ ടാങ്കറുകൾക്ക് പോകാൻ പാകത്തിലുള്ള കുറഞ്ഞ ദൂരത്തിലുള്ള ഗതാഗത പാതകൾ മാത്രമേ ഈയൊരു പ്രദേശത്തുള്ളൂ. അതായത് ഇതിലെ വരുന്ന ഏതൊരു ചരക്ക് കപ്പലും ഇറാനിന്റെ തീരപ്രദേശത്തോട് വളരെയധികം ചേർന്നാണ് കടന്നു പോകേണ്ടിയിരിക്കുന്നത്. ഇതൊരു ചെറിയ പാതയാണെന്ന് കരുതി വെറും 1-2 ടാങ്കറുകൾ മാത്രമാണ് ഇതിലെ കടന്നു പോകുന്നതെന്ന് വിചാരിക്കരുത്. ദിവസവും 20 മില്യൺസ് ഓഫ് ബാരൽ ക്രൂഡ് ഓയിലാണ് ഈയൊരു പ്രദേശത്തിലൂടെ കടന്നു പോകുന്നത്. അതായത് ലോകത്തിലെ മൊത്തം ക്രൂഡ് ഓയിലിന്റെ 1/5 വരും ഈയൊരു കണക്ക്. പ്രധാനമായും സൗദി അറേബ്യ, കുവൈത്ത്, UAE, ഇറാഖ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ, ചൈന, സൗത്ത് കൊറിയ പോലുള്ള ഏഷ്യൻ രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള എണ്ണക്കപ്പലുകളാണ് കൂടുതലായും ഇതുവഴി സഞ്ചരിക്കുന്നത്. വെറും ഒരു ജലപാത എന്നതിലുപരി ആഗോള എനർജി സിസ്റ്റത്തിന്റെ ഒരു ഹേർട്ട് ബീറ്റ് ആയിട്ട് തന്നെയാണ് ഹോർമൂസ് കടലിടുക്കിനെ പരിഗണിക്കുന്നത്. ഇനി ഹോർമൂസ് കടലിടുക്കിന്റെ മേൽ ഇറാന് എങ്ങനെയാണ് ഇത്രയധികം അഡ്വാൻറ്റേജ് വരുന്നതെന്ന് നോക്കാം. ഹോർമൂസിന്റെ വടക്കൻ ഭാഗം ഇറാന്റെ അധികാരപരിധിയിലുള്ള സ്ഥലമാണ്, അതായത് ഇറാൻ തീരപ്രദേശം. തെക്ക് ഭാഗം ഒമാനിന്റെയും UAEയുടെയും അധികാരപരിധിയിലാണ് വരുന്നത്. വ്യക്തമായിട്ട് പറഞ്ഞാൽ മുസാണ്ടം ഉപദ്വീപ്. ലോക സമ്പദ് വ്യവസ്ഥയിൽ ഈ കടലിടുക്കിന്റെ പ്രാധാന്യമറിയാവുന്ന ഇറാൻ ചില കാര്യമായ ഇൻവെസ്റ്റ്മെന്റുകളും ഈ ഒരു ഭാഗത്ത് നടത്തിയിട്ടുണ്ട്. അത് കൂറ്റൻ എയർക്രാഫ്റ്റുകളോ ഫൈറ്റർ ജെറ്റുകളോ അല്ല, വേഗതയേറിയ അറ്റാക്ക് ബോട്ടുകൾ, ആന്റി ഷിപ്പ് മിസൈലുകൾ, നേവൽ മൈൻസ്, ഡ്രോണുകൾ, ഇതൊക്കെയാണ് ഈ ഒരു കുഞ്ഞു പാതയ്ക്ക് വേണ്ടി ഇറാൻ സജ്ജീകരിച്ചു വെച്ചിരിക്കുന്നത്. കൂറ്റൻ എണ്ണക്കപ്പലുകൾ സഞ്ചരിക്കുന്ന വളരെ തിരക്കേറിയ ഒരു പാതയായതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തുണ്ടാകുന്ന ചെറിയ പ്രകോപനങ്ങൾ പോലും വളരെയധികം അപകടങ്ങൾക്ക് കാരണമായേക്കും. അതുകൊണ്ട് തന്നെയാണ് ഹോർമൂസ് കടലിടുക്കിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങളോട് പോലും സാമ്പത്തിക ലോകം വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത്. ഈ ഭാഗത്ത് ഇറാൻ നടത്തുന്ന മിസൈൽ പരീക്ഷണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളുമെല്ലാം എണ്ണവിലയിൽ മാറ്റമുണ്ടാകുന്നതിന് പോലും കാരണമാകാറുണ്ട്. പെട്രോൾ, ഡീസൽ പോലുള്ള എനർജി ഓയിൽസിന്റെ വിലവർധന ട്രാൻസ്പോർട്ടേഷൻ കൂടുതൽ എക്സ്പെൻസീവ് ആക്കി മാറ്റുന്നു. ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസീവ് ആയാൽ സ്വാഭാവികമായും ഫുഡ് ഐറ്റംസിന് വില കൂടും. ഭക്ഷ്യവസ്തുക്കളുടെ വിലവർധന പണപ്പെരുപ്പത്തിലേക്കും പണപ്പെരുപ്പം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതിലേക്കും നയിക്കുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ പിന്നെ സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാവുകയും ചെയ്യുന്നു. ഇനി ഈ ഒരു ഹോർമൂസ് കടലിടുക്ക് ഇന്ത്യയുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കാം. ക്രൂഡ് ഓയിൽ കൺസ്യൂം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ദിവസവും ഏതാണ്ട് 5.5 മില്യൺ ബാരലോളം ക്രൂഡ് ഓയിലാണ് ഇന്ത്യ കൺസ്യൂം ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിക്കുന്ന 85 to 90% ഓയിലും ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് ഇന്ത്യ വളരെയധികം ഈ ഒരു പാതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. സോ ഈ ഒരു പാതയിലൂടെ വരുന്ന ടാങ്കറുകളുടെ എണ്ണം കുറയുന്നത് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ഇന്ത്യയും ബാധിക്കുന്നതിന് കാരണമായേക്കും. ഹോർമൂസ് പ്രതിസന്ധി നിലനിൽക്കുന്നതിനാൽ റഷ്യ പോലുള്ള രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഓയിൽ വില എപ്പോഴും ആഗോള മാർക്കറ്റിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഓയിലിന് നല്ല വില കൊടുക്കേണ്ടതായും വരും. എണ്ണവിലയിൽ വരുന്ന ഈ മാറ്റങ്ങൾ മനസ്സിലാകണമെങ്കിൽ നിങ്ങളൊരു വാഹനം ഓടിക്കുന്ന ആളാകണമെന്നില്ല. ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഭക്ഷണ വസ്തുക്കൾക്ക് പോലും വില കുത്തനെ കൂടും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, യുദ്ധങ്ങൾ എപ്പോഴും സാധാരണക്കാരെയായിരിക്കും ആദ്യം ബാധിക്കുക. ഏതായാലും ലോകഭൂപടത്തിന്റെ കോണിൽ കിടക്കുന്ന ആ കുഞ്ഞു പ്രദേശത്തെ മാറ്റങ്ങൾക്ക് വേണ്ടി നമുക്ക് കാതോർക്കാം. ലോകത്തെ തന്നെ പിടിച്ചുകൊൽക്കാൻ ശേഷിയുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി.